ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। श्री चैतन्य चरितामृतम ആദിലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ശ്ലോകം 108 മുതൽ 113. ശ്ലോകം 108. ജഗന്നാഥാചാര്യ പ്രഭുരാ പ്രിയദാസ പ്രഭുരാ അജ്ഞാതേ തേനോ കൈലാ ഗംഗാവാസ. ജഗന്നാഥാചാര്യ പ്രഭുരാ പ്രിയദാസ പ്രഭുരാ അജ്ഞാതേ തേനോ കൈലാ ഗംഗാവാസ. ജഗന്നാഥാചാര്യ പ്രഭുരാ പ്രിയദാസ പ്രഭുരാ അജ്ഞാതേ തേനോ കൈലാ ഗംഗാവാസ. ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കില്ല? കേൾക്കുന്നുണ്ട്. വായിക്കാനാ പറയുന്നത്. വായിക്കാം. ജഗന്നാഥ ആചാര്യ പ്രഭുര പ്രിയദാസ പ്രഭുര അജ്ഞാതി തേൻഹോ കൈല ഗംഗാവാസ. പദാനുപദാർത്ഥം. ജഗന്നാഥ ആചാര്യൻ പ്രഭുര ഭഗവാന്റെ പ്രിയദാസ പ്രിയപ്പെട്ട ഭൃത്യൻ പ്രഭുര അജ്ഞാതെ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് തേൻഹോ അദ്ദേഹം കൈല സമ്മതിച്ചു ഗംഗാവാസ ഗംഗയുടെ തീരത്ത് ജീവിക്കുക. വിവർത്തനം ശ്രീല അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചൈതന്യ വൃക്ഷത്തിന്റെ 50ാമത് ശാഖയായ ജഗന്നാഥ ആചാര്യൻ മഹാപ്രഭുവിന്റെ അത്യന്തം പ്രിയങ്കരനായ ഭൃത്യനായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആജ്ഞപ്രകാരം ഗംഗാ തീരത്ത് താമസിക്കാൻ തീരുമാനിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജഗന്നാഥ ആചാര്യൻ മുമ്പ് മധുവനത്തിലെ ദുർവാസാവായിരുന്നെന്ന് ഗൗര ഗണേശ ദീപികയിൽ 111 പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 109. കൃഷ്ണദാസ വൈദ്യ ആരാ പണ്ഡിത ശേഖര കവിചന്ദ്ര ആരാ കീർത്തനീയ ഷഷ്ഠീവര. കൃഷ്ണദാസ വൈദ്യ ആരാ പണ്ഡിത ശേഖര കവിചന്ദ്ര ആരാ കീർത്തനീയ ഷഷ്ഠീവര. കൃഷ്ണദാസ വൈദ്യ ആരാ പണ്ഡിത ശേഖര കവിചന്ദ്ര ആരാ കീർത്തനീയ ഷഷ്ഠീവര. ശ്രമാജി. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണദാസ വൈദ്യ ആര പണ്ഡിത ശേഖര കവിചന്ദ്ര ആര കീർത്തനീയ ഷഷ്ഠീവര. പദാനുപദാർത്ഥം. കൃഷ്ണദാസ വൈദ്യൻ ആര പണ്ഡിതശേഖരൻ കവിചന്ദ്രൻ ആര കീർത്തന നിർവാഹകൻ ഷഷ്ഠീവരൻ. വിവർത്തനം ശ്രീ എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ചൈതന്യ വൃക്ഷത്തിന്റെ 51ാമത്തെ ശാഖയായ കൃഷ്ണദാസ വൈദ്യനും 52ാമത്തെ ശാഖയായ പണ്ഡിതശേഖരനും 53ാമത്തെ ശാഖ കവിചന്ദ്രനും 54ാമത്തെ ശാഖ വലിയൊരു സങ്കീർത്തനക്കാരനായിരുന്ന ഷഷ്ഠീവരനുമായിരുന്നു. ഭാവാർത്ഥം. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്ന ശ്രീനാഥ മിശ്രൻ ചിത്രാംഗിയും കവിചന്ദ്രൻ മനോഹര ഗോപികയുമായിരുന്നു എന്ന് ഗൗര ഗണോദേശ ദീപികയിൽ 171 പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 110. ശ്രീനാഥമിശ്രാം ശുഭാനന്ദ ശ്രീരാമ ഈശാന ശ്രീനിധി ശ്രീ ഗോപികാകാന്ത മിശ്ര ഭഗവാൻ. ശ്രീനാഥമിശ്ര ശുഭാനന്ദ ശ്രീരാമ ഈശാന ശ്രീനിധി ശ്രീ ഗോപികാന്ത മിശ്ര ഭഗവാൻ. ശ്രീനാഥ മിശ്ര ശുഭാനന്ദ ശ്രീരാമ ഈശാന ശ്രീനിധി ശ്രീ ഗോപികാന്ത മിശ്ര ഭഗവാൻ. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ശ്രീനാഥമിശ്രൻ ശുഭാനന്ദൻ ശ്രീരാമൻ ഈശാനൻ ശ്രീനിധി ശ്രീ ഗോപികാകാന്തൻ മിശ്രഭഗവാൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. 55ാമത് ശാഖ ശ്രീനാഥമിശ്രനും 56ാമത് ശുഭാനന്ദനും
57 ശ്രീരാമനും 58 ഈശാനനും 59 ശ്രീനിധിയും 60 ശാഖ ഗോപികാന്തനും 61 മിശ്രഭഗവാനുമായിരുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മുമ്പ് മാലതിയായി വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്ന ശുഭാനന്ദൻ ജഗന്നാഥോത്സവത്തിൽ രഥത്തിന് മുമ്പിൽ നൃത്തമാടിയിരുന്ന കീർത്തനകാരനായിരുന്നു. അദ്ദേഹം രഥത്തിന് മുമ്പിൽ നൃത്തമാടവെ മഹാപ്രഭുവിന്റെ വായിൽ നിന്ന് വന്ന നുരയും പതയും പ്രസാദമായി സ്വീകരിച്ചതായി പറയുന്നു. ഈശാനൻ തന്നോട് അളവറ്റ കാരുണ്യം പ്രകടിപ്പിച്ചിരുന്ന ശചീദേവിയുടെ സ്വകാര്യ സേവകനായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 111. സുബുദ്ധിമിശ്ര ഹൃദയാനന്ദ കമലനയന മഹേഷ പണ്ഡിത ശ്രീകര ശ്രീ മധുസൂദന. സുബുദ്ധിമിശ്ര ഹൃദയാനന്ദ കമലനയന മഹേഷ പണ്ഡിത ശ്രീകര ശ്രീ മധുസൂദന. സുബുദ്ധിമിശ്ര ഹൃദയാനന്ദ കമലനയന മഹേഷ പണ്ഡിത ശ്രീകര ശ്രീ മധുസൂദന. ഇതമജി. ഹരേ കൃഷ്ണ. സുബുദ്ധിമിശ്രൻ ഹൃദയാനന്ദൻ കമലനയനൻ മഹേഷ പണ്ഡിതൻ ശ്രീകരൻ ശ്രീമധുസൂദനൻ. നിവർത്തനം. 62 ശാഖ സുബുദ്ധിമിശ്രനും 63 ഹൃദയാനന്ദനും 64 കമലനയനും 65 മഹേഷ പണ്ഡിതനും 66 ശ്രീകരനും 67 മധുസൂദനനുമായിരുന്നു. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, മുമ്പ് ഗുണചൂഡ എന്ന പേരിൽ വൃന്ദാവനത്തിൽ വസിച്ചിരുന്ന സുബുദ്ധിമിശ്രൻ ശ്രീഖണ്ഡത്തിൽ നിന്ന് 3 മൈൽ ദൂരെയുള്ള ദലഗാൻ എന്ന ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഗൗര നിത്യാനന്ദ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പിൻഗാമി ഗോവിന്ദചന്ദ്ര ഗോസ്വാമി എന്നറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 112. പുരുഷോത്തമ ശ്രീ ഗാലിമ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യ ദ്വിജ ഹരിദാസ. പുരുഷോത്തമ ശ്രീ ഗാലിമ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യ ദ്വിജ ഹരിദാസ. പുരുഷോത്തമ ശ്രീ ഗാലിമ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യ ദ്വിജ ഹരിദാസ. യെസ്, സുഖുഷ്ണു. ഹരേ കൃഷ്ണ. പുരുഷോത്തമ ശ്രീ ഗാലിമ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യ ദ്വിജ ഹരിദാസ. പ്രധാന പദാർത്ഥം. പുരുഷോത്തമൻ. ശ്രീഗലീമൻ. ജഗന്നാഥദാസൻ. ശ്രീ ചന്ദ്രശേഖര വൈദ്യൻ. ദ്വിജ ഹരിദാസൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. മൂലവൃക്ഷത്തിന്റെ 68 ശാഖ പുരുഷോത്തമനും 69 ശ്രീ ഗാലീമനും 70 ജഗന്നാഥദാസനും 71 ശ്രീ ചന്ദ്രശേഖര വൈദ്യനും 72 ദ്വിജ ഹരിദാസനുമായിരുന്നു. ഭാവാർത്ഥം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷത്തിൽ എഴുതുന്നു, ദ്വിജ ഹരിദാസനാണോ അഷ്ടോത്തര ശതനാമത്തിന്റെ കർത്താവ് എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 പുത്രന്മാരായ ശ്രീധാമനും ഗോകുലാനന്ദനും ശ്രീ അദ്വൈതാചാര്യന്റെ ശിഷ്യന്മാരാണ്. ബാജാര സാവു സ്റ്റേഷനിൽ നിന്നും 5 മൈൽ അകലെയുള്ള കാഞ്ചന ഗഡിയയാണ് അവരുടെ ഗ്രാമം. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ അസിംഗഞ്ജയിൽ നിന്നും 5ാമത്തെ സ്റ്റേഷനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 113. രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ ഭഗവതാചാര്യ ഠാക്കുര സാരംഗദാസ. രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ ഭഗവതാചാര്യ ഠാക്കുര സാരംഗദാസ. രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ ഭഗവതാചാര്യ ഠാക്കുര സാരംഗദാസ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രധാന പദാർത്ഥം. രാമദാസ
കവിചന്ദ്രൻ, ശ്രീ ഗോപാലദാസ, ഭാഗവതാചാര്യ, ഠാക്കൂർ സാരംഗദാസ. വിവർത്തനം: 73-ാമത്തെ ശാഖ രാമദാസനും 74-ാമത്തേത് കവിചന്ദ്രനും 75-ാമത്തേത് ശ്രീ ഗോപാലദാസനും 76-ാമത്തേത് ഭാഗവതാചാര്യനും 77-ാമത്തേത് സാരംഗദാസ ഠാക്കൂറുമായിരുന്നു. ഭാവാർത്ഥം: ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുവാശ്യത്തിൽ എഴുതിയിരിക്കുന്നു. ഗൗരഗണോദേശ ദീപികയിൽ 23-ൽ പറയുന്നു: ഭാഗവതാചാര്യൻ കൃഷ്ണ പ്രേമ തരംഗിണി എന്ന ശീർഷകത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രിയ ഭക്തനായിരുന്നു. ഇപ്പോൾ കൽക്കത്തയുടെ ഒരു പ്രാന്തപ്രദേശമായ വരാഹ നഗരം സന്ദർശിക്കുമ്പോൾ ഭാഗവത സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന മഹാഭാഗ്യവാനായ ഒരു ബ്രാഹ്മണന്റെ വസതിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു താമസിച്ചു. ഈ ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ കണ്ടയുടൻ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുവാൻ തുടങ്ങി. ഭക്തിയോഗത്തെ ഉദ്ബോധിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ശ്രവിക്കുമ്പോൾ മഹാപ്രഭു തൽക്ഷണം ഭക്തിഹർഷത്താൽ അബോധാവസ്ഥയിലാകുമായിരുന്നു. ഭഗവാൻ ചൈതന്യൻ പിന്നീട് പറഞ്ഞു: ഞാൻ മുമ്പൊരിക്കലും ശ്രീമദ് ഭാഗവതത്തിന്റെ ഇത്ര ഹൃദ്യമായ വിശദീകരണം ശ്രവിച്ചിട്ടില്ല. അതിനാൽ ഞാൻ നിങ്ങളെ ഭാഗവതാചാര്യൻ എന്ന് നാമകരണം ചെയ്യുന്നു. ശ്രീമദ് ഭാഗവത പാരായണം മാത്രമാണ് ഇനി നിങ്ങളുടെ ധർമ്മം. ഇതെന്റെ ആജ്ഞയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രഘുനാഥൻ എന്നായിരുന്നു. കൽക്കത്തയിൽ നിന്ന് 3.5 മൈൽ വടക്ക് വരാഹ നഗരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മഠം ഇന്നുമുണ്ട്. അന്തരിച്ച ശ്രീ രാമദാസ ബാബാജിയുടെ ദീക്ഷിത ശിഷ്യന്മാരാണ് അതിന്റെ ഭരണം നിർവഹിക്കുന്നത്. പക്ഷേ ബാബാജി മഹാരാജ് ഉണ്ടായിരുന്നപ്പോൾ നടന്നിരുന്ന പോലെ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നില്ല. ഠാക്കൂർ സാരംഗദാസിന്റെ മറ്റൊരു പേര് ശാരംഗ ഠാക്കൂർ എന്നായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ശാരംഗപാണി അല്ലെങ്കിൽ ശാരംഗധരൻ എന്നും വിളിക്കപ്പെട്ടിരുന്നു. നവദ്വീപിലെ മോദധ്രൂപ ദ്വീപ് എന്ന പ്രദേശത്ത് വസിച്ചിരുന്ന അദ്ദേഹം ഗംഗാതീരത്തെ ഒരു ഏകാന്ത സ്ഥലത്തു നിന്ന് ഭഗവാനെ പതിവായി ആരാധിക്കുമായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുവാൻ പരമദൈവത്വ പുരുഷനായ ഭഗവാൻ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു: ഇന്ന് ആരെ കണ്ടാലും ഞാൻ എന്റെ ശിഷ്യനാക്കും. തുടർന്ന് ഗംഗയിൽ സ്നാനം ചെയ്യുവാൻ പോയ അദ്ദേഹം ഒരു മൃതദേഹം ഒഴുകി വരുന്ന യാദൃശ്ചികമായി കാണുകയും തന്റെ കാൽപാദം കൊണ്ട് അതിനെ സ്പർശിക്കുകയും ചെയ്തു. തൽക്ഷണം മൃതദേഹത്തിന് ജീവൻ ഉണ്ടാവുകയും ഠാക്കൂർ സാരംഗദാസൻ അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. ഈ ശിഷ്യൻ പിൽക്കാലത്ത് ഠാക്കൂർ മുരാരി എന്ന് പ്രശസ്തനാവുകയും അദ്ദേഹത്തിന്റെ നാമം എല്ലായ്പ്പോഴും ശ്രീ സാരംഗന്റെ നാമത്തോട് കൂട്ടി ചേർക്കപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര ഇപ്പോഴും ഷാർജ ഗ്രാമത്തിൽ ജീവിക്കുന്നു. മാമകാച്ചിയിൽ ഒരു ക്ഷേത്രമുണ്ട്. ഇത് സാരംഗ ഠാക്കൂറിനാൽ ആരംഭിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അധികാരം മുമ്പല്ലാതെ അവിടെ ഒരു ബഹുള വൃക്ഷത്തിന്റെ മുമ്പിലായി പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും അതിന്റെ മേൽനോട്ടം ഇപ്പോൾ ഗൗഡീയ മഠാംഗങ്ങളാൽ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം ഇപ്പോൾ പഴയതിലും വളരെ മെച്ചമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. സാരംഗ ഠാക്കൂർ മുമ്പ് നദിമുഖി എന്ന നാമമുള്ള ഗോപികയായിരുന്നുവെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 172-ൽ പറയുന്നു. അദ്ദേഹം മുമ്പ് പ്രഹ്ലാദ മഹാരാജാവായിരുന്നുവെന്നും ചില ഭക്തന്മാർ പറയാറുണ്ട്. പക്ഷേ തന്റെ പിതാവ് ശിവാനന്ദ സേനൻ ഈ പ്രസ്താവം അംഗീകരിക്കുന്നില്ലെന്ന് ശ്രീ കവി കർണപൂരൻ പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ധയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യാ ശ്രീരൂപാനുഗാ ഭക്തിദാ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ
രൂപാനുഗാ വിരുദ്ധവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ നമ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജേ തേ നമഃ നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഏച്ചായ ഘോഷായ കുരിചൻ ബന്ധൻ ജഹാമോദ വിഘ്നാനാശ് അഭീഷ്ടപൂരൺ വാഞ്ചാ കൽപതരുപസ്ഥിതവാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ ജയദാം സരദോ പങ്കോ മമ മന്ദമതേ ഗതി മത് സർവസ്വപദാംബോജോ രാധാ മദനമോഹന ദിവ്യാവൃന്ദാരണ്യകൽപതിമദാ ശ്രീമദ്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ കഷൻ വേണുസ്വനൈർഗോപി ഗോപിനാഥശ്യേതുനാ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ ഹരേ ജഗന്നാഥാചാര്യ പ്രഭുര പ്രിയദാസ പ്രഭുരാജ്ഞാദേഹോ കൈലഗംഗാവാസ Jagannath Acharya, the 50th branch of Chaitanya tree, was an extremely dear servant of the Lord, by whose order he decided to live on the banks of Ganges. Hare Krishna, Chaitanya Mahaprabhuവിന്റെ മരം, വലിയ ആലില മരം, അതിൻ്റെ ബൃഹത്തായ ശാഖകൾ പടർന്ന് പന്തലിച്ചു വരികയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ വടവൃക്ഷം. എത്രയോ ശാഖകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു, ഇനിയും ധാരാളം ശാഖകളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ശക്തമായിട്ടുള്ള ശാഖകളാണ്. ഇതിൽ നിന്ന് ധാരാളം ഉപശാഖകൾ വന്നിട്ടുണ്ട്. ഈ ഉപശാഖകളിൽ നിന്ന് ഉപശാഖ വന്നിട്ടുണ്ട്. അത് പരമ്പരാപരമായിട്ട് ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പടർന്നു പന്തലിച്ചു വരികയാണ്. അപ്പോൾ ഈ വടവൃക്ഷമാണ് നമ്മുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത്. ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം. അപ്പോൾ അതില് അംഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിൽ ആ വൃക്ഷത്തിന്റെ ഭാഗമാകുക എന്നർത്ഥം. അപ്പൊ എങ്ങനെ അംഗമാകും? അംഗമാകുന്നതിന് ഒറ്റ വഴി അതൊന്നേ ഉള്ളൂ, ദീക്ഷ എടുക്കുക എന്നുള്ളതാണ്. ദീക്ഷ ചൈതന്യ മഹാപ്രഭുവിന്റെ വടവൃക്ഷമായിരിക്കുന്ന ഈ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലെ പരമാചാര്യനായിട്ടുള്ള ശില ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭാതിൽ നിന്ന് ഭക്തി ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളും ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ വടവൃക്ഷത്തിന്റെ ശാഖയായിട്ട് മാറും. ശാഖയില്ലെങ്കിൽ ഉപശാഖ, ഉപശാഖ അല്ലെങ്കിൽ ചില്ല അല്ലെങ്കിൽ എന്താണ് കൂടിയില്ലെങ്കിൽ എന്താണ് ഇല, എന്തെങ്കിലും ആയി മാറും. മരത്തിന്റെ ഭാഗമായി. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ പെർഫെക്ഷൻ, സമ്പൂർണത എന്ന് പറയുന്നത് അതാണ്. അപ്പോ അതുകൊണ്ട് ദീക്ഷ എടുക്കാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുറേയധികം ബ്രാഞ്ചസ്, അവസാനത്തെ ബ്രാഞ്ചസ് കുറച്ച് നമ്മൾ ഷഡ്ഗോസ്വാമിമാരുടെ
ബ്രാഞ്ചസ് നമ്മൾ കണ്ടു. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ഗോപാല ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി. അപ്പോ ഇതെല്ലാം നമുക്ക് ഗോപാല ഭട്ട ഗോസ്വാമി. അപ്പൊ ഇവരെല്ലാം വലിയ വടവൃക്ഷമാണ്. വടവൃക്ഷത്തിന് വലിയ വലിയ ശക്തമായിട്ടുള്ള ശാഖകളാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഗോപാല ഭട്ട ഗോസ്വാമിയുടെ ആയിരുന്നു. 47ാമത്തെ ശാഖയായിട്ടുള്ള അദ്ദേഹം പ്രേം ശ്രീരംഗത്തിന്റെ വെങ്കടഭട്ടന്റെ മകനായിരുന്നു. ശ്രീ സമ്പ്രദായത്തിൽപ്പെട്ടായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന് വന്ന ശേഷം ചൈതന്യപ്രഭുവിനെ കണ്ടുകൂടിയിട്ട് അവർക്കെല്ലാം ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ആശയം എടുക്കണം. ഇത്രയും പ്രേമം ചൈതന്യ മഹാപ്രഭുവിന് ദുഷ്ടമാത്രേ എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുപോയോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ എവിടെ നോക്കുന്നു. കൃഷ്ണനെ പറ്റി അങ്ങനെയാണല്ലോ പറഞ്ഞത്. രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കൃഷ്ണനോട് യാതൊരു പ്രതിവിധി ഇല്ലാത്ത ആള് പോലും, അല്ലെങ്കിൽ ജീവിതബോധമില്ലാത്ത ആളും ആ വൃന്ദാവനത്തിലെ യമുനാ നദിയില് രാത്രി സമയത്ത് ആ ചെറിയ ചെറിയ പൊടിയുടെ ഉള്ളില് അല്ലെങ്കിൽ മൺകൂരകളുടെ ഇങ്ങനെ ഓടക്കുഴൽ വിളിച്ച് ത്രിഭംഗമായിരിക്കുന്ന ആ ശ്യാമസുന്ദര കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ ഭൗതിക ജീവിതത്തിൽ മടങ്ങിയിട്ടില്ല. അതുകൊണ്ട് രൂപഗോസ്വാമി പറയണം, നിങ്ങൾക്ക് ഭൗതിക ജീവിതം ആസ്വദിച്ച് ജീവിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പോകരുത്, ഒരിക്കലും കൃഷ്ണനെ നോക്കരുത്, യമുന നദിയിൽ പോകരുത്, തീരത്തിൽ പോകരുത്. അവിടെ ഇരിക്കുന്ന ആ വനങ്ങളിലിരിക്കുന്ന അവിടെ മരങ്ങള് ചെടികള് അതിൻ്റെ ഇടയിൽ എങ്ങനെ നിൽക്കുന്ന ആ ത്രിബന്ധ രൂപീകരിക്കുന്ന ശ്യാമസുന്ദരമായിട്ടുള്ള കൃഷ്ണനെ ഒരിക്കലും നോക്കരുത്. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. അത്രയും അട്രാക്ഷനാണ് കൃഷ്ണൻ. അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അങ്ങനെ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ഫാമിലി മുഴുവൻ അവിടെ ഗോപാലഭട്ട സ്വാമി നല്ല രീതിയിൽ സേവ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു അന്തർദാനം ചെയ്തപ്പോൾ തിരിച്ച് ലീലകൾ അവസാനം തിരിച്ചു പോയപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിൽ പോകേണ്ട. വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഏർപ്പാട് ചെയ്തത് നാട് വരുന്നുണ്ട്. വളരെ നല്ലൊരു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് അയാളെ ചേർത്ത് പിടിച്ചോളൂ, അയാളെ നിങ്ങളുടെ ഒരു അനുജനായിട്ട് കണക്കാക്കി അയാളെ ചേർത്ത് പിടിച്ചോളൂ. അങ്ങനെ സനാതന ഗോസ്വാമി ഗോപാലഭട്ട ഗോസ്വാമി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവര് സനാതന ഗോസ്വാമി എഴുതിയ ഹരിത ഭക്തി വിലാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധ നമ്മുടെ ബൈബിൾ ഓഫ് ഗൗഡിയ ഫിലോസഫി എന്ന് പറയാം. ആ ബൃഹത്ത രചന വലിയൊരു ഇതാണത്. അതിൽ ഗോപാലഭട്ട ഗോസ്വാമിയുടെ വലിയൊരു പങ്ക് അതിൽ കാണാം. അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ വളരെ പ്രധാനിയായിട്ടുള്ള ശ്രീനിവാസാചാര്യനാണ്. അതേക്കുറിച്ച് പറഞ്ഞു. പിന്നെ 48, 49 ശങ്കരായന എന്ന് പറഞ്ഞ ശങ്കരാരണ്യ ആചാര്യ ശങ്കരാരണ്യ നമുക്ക് അവിടെ പറയുന്നുണ്ട്. വിശ്വംഭരൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പൂർവ്വകാല നാമം വിശ്വംഭരാണ്. വിശ്വംഭരന് ജ്യേഷ്ഠനായിരുന്നു വിശ്വരൂപ എന്നിട്ട്. ആ വിശ്വരൂപനാണ് ഈ ശങ്കരാരണ്യ എന്ന് പറയുന്ന സന്യാസി എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം മാത്രമേ ആ ശാഖയിൽ വരുന്നു. 1510 അദ്ദേഹം സമാധി പോകുന്നുണ്ട്. അപ്പൊ 1510 പറയാം ചൈതന്യ മഹാപ്രഭു ദീക്ഷ സ്വീകരിക്കുന്നത്. പിന്നെ 107 ശ്ലോകത്തിൽ ശ്രീനാഥ പണ്ഡിത പ്രഭുവിന്റെ ഭണ്ഡാരമാണ്. അപ്പോ അദ്ദേഹം ഏറ്റവും ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്തു ആരാധിച്ചിരുന്നു എന്നാണ്. ത്രിഭുവനം 3 ലോകത്തെ ആൾക്കാരും ഇത് കണ്ട് ആകെ സ്തബ്ധരായി നിന്നുപോയി. ഒരാൾക്ക് ഇങ്ങനെയും ചെയ്യാൻ കഴിയുന്നു, അത്രയും ഗംഭീരമായിട്ടാണത്. അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട, അദ്ദേഹത്തിന്റെ ആ നാടിനെ പറ്റി പറയേണ്ട ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അദ്ദേഹത്തിന്റെ അനുഭാഷത്തില് 2-3 അമ്പലങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 2-3 അമ്പലങ്ങള്
വീരഭദ്രപ്രഭു എന്ന നിത്യാനന്ദ പ്രഭുവിൻ്റെ മകനാണ്. അദ്ദേഹം മുർഷിദാബാദിൽ നിന്ന് ഒരു വലിയൊരു കല്ലും കൊണ്ടിട്ടുണ്ട്. ആ കല്ലിൽ നിന്നാണ് ഈ മൂന്ന് ഡേറ്റീസ് വന്നത്. രാധാ വല്ലഭ വിഗ്രഹ വല്ലഭാപുരത്തെ, ഘടാദഹയത്തെ ശ്യാമസുന്ദര വിഗ്രഹ, പിന്നെ കൃഷ്ണരായ വിഗ്രഹ ഇവിടെ വിഗ്രഹമായിട്ടുള്ള ശ്രീനാഥ പണ്ഡിതന്റെ വിഗ്രഹമായിട്ടുള്ള കൃഷ്ണരായ വിഗ്രഹം എന്നുള്ള ഈ മൂന്നും ഒരു കല്ലിൽ നിന്നാണ് എടുത്തതെന്നത്. അപ്പോൾ ധാരാളം പ്രസിദ്ധമായിട്ട് അമ്പലങ്ങളെല്ലാം അവരുണ്ടാക്കി. ഇവിടെ ഈ ശ്ലോകങ്ങളിലെ ജഗന്നാഥ ആചാര്യ പ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ഗംഗാതീരത്തിൽ വസിച്ചു എന്ന് പറഞ്ഞു. ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭു എന്തു പറയുന്നു അത് ഉടനെ അനുസരിക്കുക ചെയ്യണം. വേറെ രണ്ടാമത്തെ ചിന്തയൊന്നും ഇല്ല. പ്രഭു പറഞ്ഞു മഹാപ്രഭു എന്താ നിങ്ങൾ പോയി ഗംഗയിൽ ശരി ഞാൻ ഗംഗയിൽ പോവാം. എവിടെ പോകും അവർ ചെയ്യും. എന്തു ചെയ്യും ചെയ്യും. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ബലം എന്ന് പറയുന്നത്, പവർ എന്നതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ഈ ശാഖകളെല്ലാം സ്വയം മഹാഭാഗ്യശാലികളുടെ കണക്കാണ്. ഭാഗ്യശാലികൾ തന്നെയാണ് അവര്. അഫ്കോഴ്സ് അതൊന്ന് സാധാരണ ആൾക്കാരെല്ലാം അറിയാം. ഗണോദേശ ദീപിക നമുക്കറിയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് അവർ ശരിക്കും യഥാർത്ഥത്തിൽ ആരായിരുന്നു? കൃഷ്ണൻ വൃന്ദാവനത്തിൽ വന്നപ്പോൾ കൃഷ്ണന്റെ ഒപ്പം നിന്നുണ്ടായിരുന്ന അസോസിയേറ്റ്സ് തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒപ്പം വന്ന ആൾക്കാർ. അപ്പോൾ അവർ സാധാരണ ആൾക്കാരല്ല. സാധാരണ ആൾക്കാരും നമ്മളെ പോലത്തെ ആൾക്കാരാണ്. നമ്മളും ഭാഗ്യശാലികളാണ്. കാരണം നമ്മളിപ്പോ അവസാനം ഇങ്ങനെയൊക്കെ കറങ്ങി അവസാനം ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ വൃക്ഷത്തിലെത്തിക്കും. അപ്പൊ നമ്മുടെ ആവുന്ന രീതിയിൽ ഈ വൃക്ഷത്തിൽ ശാഖകൾ ഉണ്ടാകുന്ന പഴങ്ങൾ, അതാണ് വൃക്ഷത്തിൽ ശാഖകളുടെ ഡ്യൂട്ടി എന്താണ്? വൃക്ഷങ്ങൾ ഉണ്ടാകുന്ന പഴങ്ങള്, മധുരമായ കനികള്, ഏറ്റവും ജ്യൂസി ആയിട്ട് കനികള് ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്യാവുന്നതാണ്. ഒറ്റ ദൗത്യം മാത്രമേ. പഴമെല്ലാം അവിടെ ഉണ്ട്, നമ്മളത് പറിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ പഴം? കൃഷ്ണപ്രേമം. ആര്? കൃഷ്ണൻ. സാധാരണ കൃഷ്ണനാണത്. നമ്മൾ ചൗരാഷ്ടത്തിൽ കണ്ടു. സേനാനിയാണ്, സേനാപതിയാണ് കൃഷ്ണൻ. കൃഷ്ണനാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കണം. കൃഷ്ണനെ അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. പോലീസില ജഗന്നാഥപുരി ക്ഷേത്രം ഉണ്ട്, അവിടെ പറയാം. അപ്പൊ അവിടെ സാധാരണ ടെമ്പിളിനെ പോലെ തന്നെ മംഗളാരതി ഇന്ന സമയത്ത്, ശയനാരതിന്റെ സമയത്ത് രാവിലെ 8:30 മംഗളാരതി, 8 മണിക്ക് ശയനാരതി, ആ സമയത്ത് ഏതാണ്ട്. അപ്പൊ അവിടെ ജഗന്നാഥക്ഷേത്രത്തിൽ ആൾക്കാർ വന്നിട്ട് സന്ദർശനം വന്നിട്ട് രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മംഗളാരതിന്റെ വെച്ച് അവിടെ കൂടുകയാണെങ്കിൽ അപ്പൊ കുറെ കഴിയുമ്പോൾ 4:30 തുറക്കണില്ല, സംഗീതം തുറക്കണില്ല. നമുക്കാണെങ്കിൽ കോവിഡാണ് ഇരിക്കതേ. അപ്പൊ നമുക്കറിയില്ല സംഗതി എന്താണെന്ന്. നമ്മൾ ചോദിച്ചാൽ കറക്റ്റ് 5 മണിക്ക് അല്ലെങ്കിൽ 4:00 തുടങ്ങി വെച്ചാൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ ഇങ്ങനെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുക, സംഗതി തുടങ്ങുന്നില്ല. അപ്പൊ എന്താ? ജഗന്നാഥ ഇട്ടിട്ടില്ല. ജഗന്നാഥ ഇട്ടിട്ടില്ല. ആൾക്കാരൻ മംഗളാരതി ജഗന്നാഥ ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇന്ന സമയത്ത് ജഗന്നാഥ ഇരിക്കുന്നില്ല. 4:30 പറഞ്ഞാൽ ജഗന്നാഥ ഇരിക്കുന്നില്ല. ജഗന്നാഥ ഇരിക്കുമ്പോ മംഗളാരതി, അല്ല മംഗളാരതിന്റെ സമയത്താണ് അത്. ജഗന്നാഥ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഇല്ല. ജഗന്നാഥ ഇട്ട് കഴിഞ്ഞാൽ മംഗളാരതി, ജഗന്നാഥ കിടക്കുമ്പോ ശയനാരതി. ചിലപ്പോ 7:00 കിടക്കാൻ തോന്നുന്നു. ഞാൻ 7:00 കിടക്കുമ്പോ അപ്പൊ ആ സമയത്ത് ശയനാരതി. അല്ലാതെ 9:00 10 മണിക്ക് കിടക്കുന്ന വെച്ചാൽ അപ്പോൾ ആ സമയത്ത് ശയനാരതി. ഇത് മനസ്സിലാക്കുന്ന പൂജാരികൾ അവിടുത്തെ ആൾക്കാർ പാണ്ഡാസ് പറയും. വളരെ പ്രസിദ്ധരാണ് അവര്. ജഗന്നാഥന്റെ പൂജാരിമാരായിട്ട് അവർ മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാരെ കൊണ്ടില്ല. പാണ്ഡകൾക്ക് മാത്രമേ ഉള്ളൂ സ്ഥാനമുള്ളൂ. കാരണം പാണ്ഡകർക്ക് അറിയില്ല ജഗന്നാഥന്റെ കാര്യം. അവർക്കറിയാം ജഗന്നാഥ് എത്ര മണിക്ക് എണീക്കണം, ജഗന്നാഥ് എപ്പോ കിടക്കുക, എപ്പോഴാണ് ഉറങ്ങണം, ഇതൊക്കെ അവർക്ക് നട്ടറിയാം. അപ്പൊ അതനുസരിച്ച് മംഗളാരതി ചെയ്യും. ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഹേയ് 4:30 പറഞ്ഞ് ഞങ്ങൾ 4:30 എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്, എന്തൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നേക്കാണ്. എനിക്ക് 5 മണിക്ക് ഇവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട് എന്താ നടക്കില്ല. അത് കൃഷ്ണൻ സമയത്തിന്റെ പിന്നാലെ പോകുന്ന ആളല്ല. സമയം കൃഷ്ണന്റെ പിന്നാലെ പോവുകയാണ്.
അങ്ങനെയുള്ള കൃഷ്ണന്റെ ചന്ദ്രമഹാപ്രഭുവിന്റെ ഗൗരാംഗയുടെ ആ വൃക്ഷത്തില് ഒരു ചെറിയ ഇലയായി മാറി ആ പഴങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെർഫെക്ഷനാണ്. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെ പറഞ്ഞ കൃഷ്ണദാസ വൈദ്യ ആരാ പണ്ഡിതശേഖര കവിചന്ദ്ര ആരാ കീർത്തനീയ ഷഷ്ടിവര. 51 ചൈതന്യ കൃഷ്ണദാസ വൈദ്യ, 52 പണ്ഡിതശേഖര, 53 കവിചന്ദ്ര, 54 ഷഷ്ടിവര. പറഞ്ഞു ഷഷ്ടിവര വളരെ ഒരു കീർത്തനീയനാണ്, പറയും വലിയ കീർത്തന ടീം പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പല ടീമുകൾ ഇപ്പോൾ നമ്മുടെ ജഗന്നാഥ രഥയാത്ര സമയത്ത് അവിടെ പറയേണ്ട 7 ടീമുകൾ ഉണ്ടാവും, 7 സംഗീതങ്ങൾ, ഒരു ടീം തന്നെ. നമ്മൾ ഒരു ടീമിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നു. അവിടെ 7 ടീം, അത് 7 ടീം സാധനം ചെറിയ ചെറിയ ടീമുകളാകുന്നു. 100ഉം 1000 ആൾക്കാരാണ് ടീമിൽ, സങ്കീർത്തന ടീമുള്ളത്. കാണുന്ന പോലെ നിബിഡമായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാര്, പക്ഷെ സങ്കീർത്തന ടീമിലിരിക്കുന്നത് ഓരോരുത്തരും 1000 കണക്കിന് ആൾക്കാരാണ്. അത്രയധികം മൃദംഗങ്ങളും ബാക്കി വാദ്യങ്ങളും കർത്താലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ അടിച്ചിങ്ങനെ കീർത്തനം ചെയ്യണം അവർ. അപ്പൊ ആ കീർത്തനം ചെയ്യുന്നത് പല ടീമുകളുണ്ട്, 7 ടീമുകളുണ്ട് അങ്ങനെ ചെയ്യുന്നു. ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരെ കൊടുക്കുന്ന 7 ടീമുകൾ. അപ്പൊ അതിലൊരു ആളാണ് ഷഷ്ടിവര. ശ്ലോകത്തിൽ പറയേണ്ട ശ്രീനാഥ മിശ്ര, ശുഭാനന്ദ, ശ്രീരാമ, ഈശാന, ശ്രീനിധി, ശ്രീ ഗോപികാന്ത മിശ്ര ഭഗവാൻ. 55 എന്നുള്ള ശ്രീനാഥ മിശ്ര, 56 എന്നുള്ള ശുഭാനന്ദ, 57 ശ്രീരാമ, 58 ഈശാന, 59 ശ്രീനിധി, 60 ഗോപികാന്ത, 61 മിശ്ര ഭഗവാൻ. അതിലെ ശുഭാനന്ദനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വൃന്ദാവനത്തിലുണ്ടായ ആളാണ്. വൃന്ദാവനത്തിൽ മാലതി എന്ന പേര്. ശുഭാനന്ദം ഇതേപോലെ ഷഷ്ടിവരനെ പോലെ കീർത്തനീയ പെർഫോമർ, കീർത്തനം ചെയ്യുന്ന ആളാണ്. അവര് കീർത്തന അവരുടെ ഗുണം കീർത്തന ടീമിലിപ്പോ കീർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചരട്ടിന് മുകളില് രഥത്തിന് മുമ്പ് ഇങ്ങനെ ചാടി തുള്ളി ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് ചാടുമ്പോ ഏതാണ്ട് രഥത്തിന്റെ ഹൈറ്റിന് ചാടുവര്. അങ്ങനെയാണ് ആ ചാട്ടം, അങ്ങനെയാണ്. നമ്മൾ നിൽക്കല് തുള്ളും, ഇത്രേ ഉള്ളൂ. ഇവര് ചാടിക്കഴിഞ്ഞാൽ നേരെ രഥത്തിന്റെ ഹൈറ്റ് പോകും, നേരെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ തുള്ളിച്ചാടുന്ന ആൾക്കാരാണ് ഈ ശുഭാനന്ദ. ശുഭാനന്ദ എപ്പോഴും ചൈതന്യമഹാപ്രഭുവിന്റെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൈതന്യമഹാപ്രഭു അതിനേക്കാളും ഗംഭീര ഡാൻസ് ആണ്, നമുക്കറിയാം. ചൈതന്യമഹാപ്രഭു ചാട്ടി മുകളിൽ പോയിട്ട് പിന്നെ പട്ടയെന്ന് താഴോട്ട് വീഴും. അങ്ങനെയാണ് കാല് നിൽക്കലാണ്, നേരെ ഉയർന്നു ഇതും താഴോട്ട് അങ്ങനെ ദണ്ഡെന്ന് പോലെ കടന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റും ഇങ്ങനെ സാധനം ചെയ്യാൻ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ആ ഭാഗമെല്ലാം കുരുങ്ങി കിടന്നത്. ഇങ്ങനെ ചൈതന്യമഹാപ്രഭു നിത്യാനന്ദ അങ്ങനെയാണ്, രണ്ടുപേരും അങ്ങനെയാണ്. ആകാശം വരെ മുട്ടും, ചാടിക്കഴിഞ്ഞാൽ അവർ ആകാശം വരെ മുട്ടും. തിരിച്ചവർ വരുമ്പോ ഇങ്ങനെ കമിഴ്ന്ന് വീണിട്ട് ഭൂമിയിൽ പതുക്കെ ചെയ്യും. അപ്പോ ഭയങ്കര എക്സ്റ്റൻസീവ് സാത്വിക ഭാവം മുഴുവൻ ചൈതന്യമഹാപ്രഭു പ്രദർശിപ്പിക്കും. ജഗന്നാഥ ഈസ് മാഡ്. വീഡിയോ കഴിഞ്ഞിട്ട് ശില പ്രബോധമുണ്ട്, ഈസ് മാഡ്, തനി ഭ്രാന്താണ്. അവസാന വർഷങ്ങൾ മൊത്തം പറന്ന് പിടിച്ച വരുന്നു. എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ രാത്രി എല്ലാവരും കാത്തു നിൽക്കും. ചൈതന്യമഹാപ്രഭു എവിടേക്കും പോകണം, ഗൗരംഗ എവിടേക്കും പോകണം. പക്ഷെ അവരെല്ലാം കണ്ണ് വെട്ടിച്ചിട്ട് ഗൗരംഗ ചാടി എവിടെയെങ്കിലും പോവും. ചിലപ്പോൾ അവിടെ ആ കടലിൽ കയറി ചാടും. ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ നമുക്ക് ആലോചിക്കാം, അപ്പൊ എത്രത്തോളം ആ എക്സ്റ്റസീൻ്റെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചാടുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം വായന പതയെല്ലാം വരും. അപ്പൊ ശുഭാനന്ദ അതെല്ലാം കയറി പിടിച്ച് ഗ്യാദർ ചെയ്തിട്ട് അദ്ദേഹം അത് കഴിക്കും.
പ്രസാദം, ഏറ്റവും വലിയ പ്രസാദം നേരിട്ട് വരിക, ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന പ്രസാദം. അത് നിലത്ത് വീഴാൻ സമ്മതിക്കും ഡ്യൂട്ടീസ്. പക്ഷേ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കര സമർത്ഥനാണ്. അദ്ദേഹം ചാടി വീണ ആ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വന്നിട്ട് അത് വാങ്ങും. പിന്നെ പറഞ്ഞ ഈശാന എന്നുള്ള ശശി ദേവിയുടെ പേഴ്സണൽ സെർവൻ്റ് ആണ് ശശി ദേവി മാതാജി. പിന്നെ ഷോഡ് എ ഗ്രേറ്റ് മേഴ്സി അപ്പോൺ ഹിം. ശശി ദേവി വളരെ കൃപ കാണിച്ചിട്ടുണ്ട് ഈ ഭക്തനോട്. ചൈതന്യ മഹാപ്രഭുവിനും വളരെ പ്രിയപ്പെട്ട തന്നെയാണ് ഈശാന പറഞ്ഞ. 111 ശ്ലോകത്തില് പറയുന്നുണ്ട്, സുബുദ്ധിമിഷാത ഹൃദയാനന്ദ കമലനയന മഹേഷ പണ്ഡിത ശ്രീകര ശ്രീ മധുസൂദന. 62 ശാഖ സുബുദ്ധിമിത്ര മിശ്ര. 63 ഹൃദയാനന്ദ. ഇപ്പൊ നമ്മുടെ ഒരു ഭാഗവതം 10ാം സ്കന്ധം 14ാം അധ്യായത്തില് ട്രാൻസ്ലേറ്റ് ചെയ്ത ഹൃദയാനന്ദ സ്വാമിയാണ്. ഈ ദയാനന്റെ പേര് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിട്ടാണ്. 64 കമലനയന, 65 മഹേഷ പണ്ഡിത, 66 ശ്രീകര, 67 ശ്രീ മധുസൂദൻ. ഈശ്വരനാമം കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം പഠിച്ചു വെച്ചാൽ മതി. എല്ലാ ആൽഫബറ്റിലും തുടങ്ങുന്ന പേരുകളുണ്ട്. ഭക്തി സിദ്ധാന്ത സരസ്വതി പറയുന്നുണ്ട്, സുബുദ്ധിമിശ്ര എന്നുള്ളത് ഗുണചൂട എന്ന് പറയുന്ന വൃന്ദാവനത്തിൽ ഗുണചൂട ഗോപിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഗൗർനിതായുടെ ഡീറ്റീസ് ബലാഗാൻ, ഒരു 3 കിലോമീറ്റർ ശ്രീഖണ്ഡിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള ബലാഗാനിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതിൻ്റെ താവഴി, അതിന് വരുന്ന ശാഖകളുടെ പേര് ഗോവിന്ദചന്ദ്ര ഗോസ്വാമി എന്ന പേരാണ് അവരെ അറിയിച്ചത്. 111 ശ്ലോകത്തിൽ പറയുന്ന പുരുഷോത്തമ ശ്രീ ഗാലിമ ഗോവിന്ദ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യ ദ്വിജ ഹരിദാസ. 68 പുരുഷോത്തമ, 69 ശ്രീ ഗാലിമ, 70 ജഗന്നാഥദാസ, 71 ചന്ദ്രശേഖര വൈദ്യ, 72 ദ്വിജ ഹരിദാസ. ദ്വിജ ഹരിദാസ അച്ഛൻ ബ്രാഹ്മണൻ. അപ്പോ അദ്ദേഹം ഒരു അഷ്ടോത്തര ശതനാമ എന്ന് പറയുന്ന ഒരു പുസ്തകം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറയുന്നുണ്ട് അതിൽ ചെറിയ വ്യത്യാസം, ഒരു സംശയം ഉണ്ട കാര്യത്തില് അദ്ദേഹം തന്നെയാണോ വെച്ചിരുന്നത് അറിയില്ല. എന്നാലും പല പേരിലും അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്. ഈ അഷ്ടോത്തര ശതനാമ എന്ന് പറയുന്ന പുസ്തകം ഇത് അദ്ദേഹമാണ് പറയുന്നത്. 2 മക്കളുണ്ട് അദ്ദേഹത്തിന്, ശ്രീദാമ ഗോകുലാനന്ദ, ശ്രീനിവാസ ആചാര്യ. ശ്രീനിവാസ ആചാര്യ എന്നൊക്കെ ഗോപാലഘട്ട ഗോസ്വാമിയുടെ ശിഷ്യനാണ് ശ്രീനിവാസാചാര്യ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ശ്രീദാമ ഗോകുലാനന്ദ. ശ്ലോകം രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ ഭഗവതാചാര്യ ഠാകുര സാരംഗദാസ. 73 എന്നുള്ളത് രാമദാസ, 74 കവിചന്ദ്ര, 75 ഗോപാലദാസ, 76 ഭാഗവതാചാര്യ, 77 സാരംഗദാസ. അവസാനം പറഞ്ഞ 2 ആൾക്കാരെ പറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ഭാഗവതാചാര്യനെ പറ്റിയേ പറഞ്ഞു. ഭാഗവതാചാര്യൻ എൻ്റെ സാരംഗദാസനെ പ്രത്യേകം പറയുന്നത്. ഭാഗവതാചാര്യനെ പറ്റി ഭക്തി സിദ്ധാന്ത സരസ്വതി പറയുന്നുണ്ട്. അദ്ദേഹം കൃഷ്ണപ്രേമ താരംഗിണി എന്ന് പറയുന്ന ഒരു പുസ്തകം തിരിഞ്ഞെടുത്തു. ചൈതന്യ മഹാപ്രഭുവിനോട് വിശേഷപ്പെട്ട വിശേഷമായിട്ടുള്ള ശിഷ്യനാണ് അദ്ദേഹം. അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശ്രീമദ് ഭാഗവതം വളരെ ഗംഭീരമായിട്ട് ആലാപനം ചെയ്യും, അല്ലെങ്കിൽ അത് വായിക്കും, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. ഇതിന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇപ്പൊ വൃദ്ധേരിക്കാൻ വരാഹനഗര സ്ഥലത്താണ്. അവിടെ പോയി കഴിഞ്ഞാൽ
ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുള്ളൂ. ചൈതന്യ മഹാപ്രഭു വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ യാതൊരു ആക്ടിവിറ്റി ഇല്ല, ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുക. ചിലതിക്കലും സംഗീതനം മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ നവദ്വീപിലെ പലതിക്കലും സംഗീതമാണ്. ചില ദിവസം പാരായണം ഉണ്ടാവും, ഭാഗവതം പാരായണം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഭാഗവത പാരായണം മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ വീട്ടിൽ. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഈ വിവരണം കേട്ട ശ്രീമദ് ഭാഗവതത്തിന്റെ വായിക്കുന്ന കേട്ടാലും പറഞ്ഞു വരുന്ന ആലാപനം ചെയ്യുന്നപ്പോൾ അത് ഏറ്റവും കഥ കളഞ്ഞ ഭക്തിയിലൂടെയാണ് പറയുന്നത്. ശുദ്ധ ഭക്തിയിൽ അത് ഗംഭീരമായിട്ട് വളരെ കർണാനന്ദകരമായിട്ടുള്ള അതില് അദ്ദേഹം ശ്രീമദ് ഭാഗവതം ഇങ്ങനെ വിവരിക്കുമ്പോൾ, ക്ലാസ് കൊടുക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രജ്ഞ നശിച്ച് ബോധം കെട്ട് വീഴുക. അത്രയും ചൈതന്യ മഹാപ്രഭുവിന്റെ പേരാണ്. ആനന്ദം വന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം ബോധം പോകും. എന്നാണ് അദ്ദേഹം ബോധം വന്നപ്പോൾ ഇത്രയും സുന്ദരമായിട്ടുള്ള വിവരണം, ഇറ്റ്സ് എ നൈസ് എക്സ്പ്ലനേഷൻ ശ്രീമദ് ഭാഗവത ഞാൻ എവിടെയും മുമ്പ് കേട്ടിട്ടില്ല, എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങയുടെ പേര് ഇനി മുതൽ ഭാഗവതാചാര്യനാണ്. അദ്ദേഹം ശരിയായിട്ടുള്ള രഘുനാഥ എന്നായിരുന്നു. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഭാഗവതം പോലും കേൾക്കുമ്പോൾ അതിലിരിക്കുന്ന ആയിരിക്കുന്ന തേൻ നുകർന്ന് അദ്ദേഹം ബോധം നശിച്ച് എന്നുള്ളത് നിങ്ങളുടെ പേര് ഭാഗവതാചാര്യനാണ്. പിന്നീട് സാരംഗ, കാക്കുറ സാരംഗാസ എന്ന പേര്. ഇതിന്റെ പേര് ഷാരംഗ ഠാക്കുറ എന്ന് പേര്. ഷാരംഗ ഠാക്കുറ. അദ്ദേഹം താമസിക്കുന്ന നവദ്വീപിലെ അടുത്തായിട്ടുള്ള മോദദ്രുമ ദ്വീപ്. അതിന് 9 ദ്വീപുകളൊന്നാണ് മോദദ്രുമ ദ്വീപാണ്. ഒരിക്കലും കൊടുക്കേണ്ടത് ഒന്ന് ഡാമും ഇടാം. 9 ദ്വീപുകളുടെ മാപ്പ് ഉണ്ട്. ഏതൊക്കെയാ ദ്വീപുകൾ വളരെ പ്രസിദ്ധമാണ്. ഓരോ ദ്വീപും ഭാരതത്തിന്റെ ഓരോ ഭാഗമാണ്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോ മോദദ്രുമ ദ്വീപില് എന്നെ പറ്റി പറയുന്നത് ഠാക്കുറ ഷാരംഗ അവിടെ ഉണ്ടായനെ. അപ്പൊ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുകയായിരുന്നു. അതിന് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുക. അപ്പൊ അദ്ദേഹം ഇത്രയും പണ്ഡിതനാണ്, ഇത്രയും വലിയ ആചാര്യനാണ്, ഇത്രയും ഉയർന്ന തലത്തിലുള്ള ഭക്തനാണ്, കറകളഞ്ഞ ഭക്തനാണ്. പക്ഷെ അദ്ദേഹം ദീക്ഷ കൊടുക്കാൻ സമ്മതിച്ചില്ല. ദീക്ഷ കൊടുക്കില്ല, ആർക്കും ദീക്ഷ കൊടുക്കില്ല. നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അങ്ങനെയായിരുന്നു. സോറി, ഗൗരകിഷോർ ബാബാജി ആർക്കും ദീക്ഷ കൊടുക്കൂല. ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് ദീക്ഷകൾ ആരുടെ സമയപ്പോ ഭക്തി ഠാക്കൂർ പറഞ്ഞു, ഞാൻ ഏതായാലും തരാൻ പോകുന്നില്ല, എന്നെക്കാളും യോഗ്യനായിട്ടുള്ള അവിടെയുണ്ട്, കാണിച്ചു കൊടുക്കുകയാണ്. ഗൗരകിഷോർ ബാബാജിയാണ്. തികഞ്ഞ വൈരാഗ്യാണ് അദ്ദേഹം. ഭഗത് ഭക്തി മാത്രം, ബാക്കി എല്ലാ കാര്യത്തിലും വൈരാഗ്യം ഉണ്ടാവാറ്. അങ്ങനെയുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ സ്വീകരിച്ചോളൂ ദീക്ഷ. അദ്ദേഹം പിന്നാലെ കൂടി, ഭക്തി സിദ്ധാന്ത സരസ്വതി പിന്നാലെ കൂടി. എവിടെ ചെല്ലും ഇങ്ങനെ, അയ്യോ മഹാരാജ് എനിക്ക് ദീക്ഷ വേണം, അങ്ങനെ ഞാൻ എടുക്കുള്ളൂ. അദ്ദേഹം തിരിഞ്ഞു നോക്കില്ല. ഞാൻ ആർക്കും ദീക്ഷ കൊടുത്തിട്ടില്ല, ഞാൻ ആർക്കും കൊടുക്കണമില്ല, ആ ഉദ്ദേശം എനിക്കില്ല.
അതിലുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അതാണ് ഞാൻ ദീക്ഷ കൊടുക്കില്ല. ആ യുഗിതൊന്നും ഇല്ല. ഉള്ള കുറെ ആൾക്കാരുണ്ടാവും, അവിടുന്ന് വാങ്ങിച്ചോളൂ. അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ദീക്ഷ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ദീക്ഷനെ അങ്ങനെ നിന്ന് മാത്രമേ സ്വീകരിക്കൂ, ബാക്കി ആരുടെയും സ്വീകരിക്കില്ല. അപ്പൊ നിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ദീക്ഷ കൊടുക്കുന്നില്ല. ദീക്ഷ സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഞാൻ ദീക്ഷ കൊടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മാസങ്ങൾ 1-2 മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഡെയിലി ഭക്തദാസ് ചോദിക്കും, അദ്ദേഹം റിവ്യൂസ് ചെയ്യും. അവസാനം ഭക്തദാസ് ഇനി ഞാൻ ചോദിക്കില്ല, ഞാൻ നേരെ ഞാൻ ചടാൻ പോവാണ്, എനിക്ക് ചടാൻ പോവാണ്. ഇനി ഞാൻ ചോദിക്കില്ല, എൻ്റെ ശരീരം എനിക്ക് അങ്ങനെ ദീക്ഷ എടുക്കാൻ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, ഞാൻ ഈ ശരീരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചാടുമ്പോ വേണ്ട, ഞാൻ തരാം. അങ്ങനെയാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമിക്ക് ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ ഇദ്ദേഹം ദീക്ഷ കൊടുക്കാൻ ശാരംഗദാസ് അല്ലെങ്കിൽ ശാരംഗപാണി അല്ലെങ്കിൽ ശാരംഗ താക്കുറ ദീക്ഷ കൊടുക്കില്ല, ആർക്കും ദീക്ഷ കൊടുക്കില്ല. പക്ഷെ അവസാനം എല്ലാവരും പറഞ്ഞു, പക്ഷെ ഇന്ന് കൊടുക്കാം. ഇന്ന് ഞാൻ ആരെ ആദ്യം കാണുന്നോ അയാൾക്ക് ഞാൻ ദീക്ഷ കൊടുക്കും. ഫസ്റ്റ് കാണുന്ന വ്യക്തി ഞാൻ കൊടുക്കും ദീക്ഷ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗംഗാതീരത്തിൽ പോയി. അതുവരെ ആരെയും കാണാൻ പറ്റിയില്ല, ഒരാളും വഴിയിൽ കാണാൻ പറ്റില്ല. ഗംഗയിൽ പ്രവേശിച്ച് എന്തോ തട്ടിമാരി തോന്നി കാലത്ത്. വേഗം താഴ്ത്തും വലിച്ചു നോക്കിയപ്പോ എന്താണ് ശരാശരി. പക്ഷെ അദ്ദേഹത്തിന്റെ കാൽപാദം കൊണ്ട് തൊട്ടുകൊണ്ട് ജലപദാർത്ഥം ജീവൻ ബാക്കി വന്നു. അത് സ്വയം അദ്ദേഹം തന്നെ ഈ ഷാനവാളിന്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ് ഈ ഡെഡ് ബോഡി. അപ്പൊ അതിന് ലൈഫ് തിരിച്ചു വന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ ഇദ്ദേഹത്തിന് ദിശ കൊടുക്കണ്ട ഈ പെട്ടെന്ന് ശവമായിരുന്ന ആള് ജീവിച്ചു വന്നപ്പോ അയാൾക്ക് ലൈഫ് വന്നു. ഠാക്കുർ അദ്ദേഹത്തിന്റെ പ്രകാരം ഞാൻ അദ്ദേഹത്തെ ശിഷ്യനായിട്ട് സ്വീകരിക്കും. ഞാൻ പറഞ്ഞു, ഇന്ന് ആദ്യം ആരെ കാണണോ അവരെ ഞാൻ ശിഷ്യനാക്കണം, അത് ചെയ്യണം. പിന്നെ ഇതാണ് താക്കുര മുരാരി എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഇതൊക്കെ വേണ്ട. ഷാരംഗമായിട്ട് എപ്പോഴും പേര് അസോസിയേഷൻ ഉണ്ട്, മുരാരി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസൈബിൾ സക്സഷൻ മമകാശി എന്ന് പറഞ്ഞ നമ്മളെ അമ്പലം കണ്ടിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഡിസൈനേഴ്സ് ഇരിക്കുന്നത്. ഇപ്പോഴും ഷാർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആൾക്കാരുണ്ട്. മമാകാച്ചിയിലത്തെ അമ്പലം സ്റ്റാർട്ട് ചെയ്തത് ഠാക്കുറയാണ്. അപ്പൊ മമാകാച്ചി എടുത്ത് ഒരു ടെമ്പിൾ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് പറയേണ്ട ന്യൂ ടെമ്പിൾ, പുതിയ ബിൽഡിംഗ്. ഇപ്പൊ ഇത് മാനേജ് ചെയ്യണ നമ്മുടെ ഇവിടെ തന്നെയാണ് ഗൗഡിയ വൈഷ്ണവ. ഗൗഡിയ സഭ എന്ന് പറയുമ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഉണ്ടാക്കിയ 64 മഠങ്ങൾ, അതിന് പുതിയ ഗൗഡിയ മഠങ്ങളാണ്. അപ്പൊ അവരുടെ കീഴിൽ കുറേയധികം അമ്പലങ്ങളുണ്ട്. നവദ്വീപിലെ ബംഗാളിലെ ആ ഭാഗത്ത് കൃഷ്ണ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയ ടെമ്പിൾസില് അധികവും 100% സ്പണ്ട ടെമ്പിൾ ഒഴിച്ച് അത് ഇത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് ഗൗഡിയ മഠമാണ് മാനേജ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നടക്കണം. ഇപ്പോഴത്തെ മാനേജ്മെന്റ് മുമ്പിലത്തേക്കാൾ നല്ല മാനേജ്മെന്റ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗൗരവേശ ദീപികയിൽ പറയുന്നുണ്ട്, സാങ്ക് ഠാക്കറ വാസ് ഫോമർലി ഗുഡ് കോൾ നന്ദിമുഖി. നന്ദിമുഖി എന്ന പെൺകുട്ടിയുടെ പിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റിയ ഫോമറി അത് പ്രഹ്ലാദാണ്, പ്രഹ്ലാദ് മഹാരാജാണ് പറയുന്നത്. പക്ഷേ കവി കർണപുര കവി കർണപുര ശിവാനന്ദ സേനന്റെ മകനാണ്, ഭക്തനാണ് അദ്ദേഹം. ചതിര മംഗളം എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ട് അദ്ദേഹം കവി കർണപുരയുടെ
His father, Sri Kavi Kannavara says that his father Shivananda Sena does not accept this proposition. That proposition, Govinda Vacharam, some devotee says is Pramani Prahat Maharaj. Prahat Maharajana, ഇത് സമ്മതിക്കുന്നില്ല അല്ല എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹം വളരെ ഉത്തമമായിട്ടുള്ള ഭക്തനാണ്. ശരീരത്തിനെ പോലും അന്തരിച്ച ശരീരത്തിനെ പോലും അതിന്റെ സോളിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടായി. ബാക്കിയുള്ള ശാഖകള് പറയും വിരമിക്കുക. ഹരേ കൃഷ്ണ. പാവനി വൈഷ്ണവി. Oh.